ഹിന്ദി ഭാഷ തമിഴരെ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി തമിഴർക്കായി കമൽഹാസനും സ്റ്റാലിനും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുള്ള പോര് കടുപ്പിച്ച് തമിഴ്നാട് നയം നടപ്പാക്കിയാൽ സംസ്ഥാനം 2000 വർഷം പുറകിലേക്ക് പോകുമെന്നും ഒരിക്കലും നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. തേനീച്ചക്കൂട്ടിൽ കല്ലെറിയരുത്, പ്രകോപിപ്പിച്ചാൽ തമിഴർ തനി നിറം കാട്ടും. കടലൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സ്റ്റാലിൻ മുന്നറിയിപ്പും നൽകി. സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രം നികുതി പിരിക്കാൻ പാടില്ലെന്ന് പറയാൻ ഒരു നിമിഷം മതിയെന്നും കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ 2000 കോടി രൂപയ്ക്ക് പകരം 10,000 കോടി രൂപ നൽകിയാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതെ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം തമിഴ്നാടിന് ലഭിക്കേണ്ട 2152 കോടി രൂപ അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ പ്രതിഷേധം കടുത്തത്. അതോടൊപ്പം ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് തമിഴരെന്നും ഈ വിഷയത്തിൽ കളി വേണ്ടെന്നും കേന്ദ്ര സർക്കാരിനോട് മക്കൾ നീതി മയ്യം നേതാവ് കമൽഹാസൻ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്തതിന്റെ പേരിൽ തമിഴ്നാടിനുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കമലിന്റെ പ്രതികരണം. ഏത് ഭാഷ പഠിക്കണമെന്ന് തമിഴരായ പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയാം. വേറൊരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ മുഖത്ത് തുപ്പും. ഇതൊന്നും തമിഴരെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും പാർട്ടിയുടെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കമൽഹാസൻ പറഞ്ഞു.